നമസ്കാരം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തലസ്ഥാനത്ത് പുതിയൊരു വാടക വീട് എടുത്തിരിക്കുകയാണ്. ആ വീടിന് മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ക്ലിഫ് ഹൗസിൽ നിന്നും താമസം മാറി അദ്ദേഹം നേരെ ഇക്കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്നും വാടക വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. ആ വാടക വീടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതിൻ്റെ അറ്റകുറ്റപ്പണികളെല്ലാം തന്നെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ ഈ വാടക മന്ദിരത്തിലേക്കാണ് പിണറായി വിജയൻ്റെ പുതിയ താമസം. മരുമകൻ മുഹമ്മദ് റിയാസാണ് ഈ വീട് വാടകയ്ക്ക് തരപ്പെടുത്തിയത്. ഭരണം മാറിയതോടെ മകൾ വീണയാണ് വാടക വീട് അന്വേഷിക്കാൻ ആരംഭിച്ചത്. കുറവൻകോണത്ത് ഉൾപ്പെടെ പലയിടത്തും വാടക വീട് നോക്കി എങ്കിലും സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ വേണ്ടെന്ന് വെച്ചു. പിണറായിക്ക് പ്രഭാത നടത്തത്തിനുള്ള സൗകര്യങ്ങൾ അടക്കം പരിഗണിച്ചാണ് ഒടുവിൽ ഈ വീട് വാടകയ്ക്ക് എടുക്കുന്നത്. പിണറായിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ലാബ്രഡോർ ഇനത്തിൽപ്പെട്ട വളർത്തുനായ റോബിനെ ഇവിടെ കൊണ്ടുവരും എന്നും ക്ലിഫ് ഹൗസിൽ ഉണ്ടായിരുന്ന വെച്ചൂർ പശുവിനെ അടക്കം ഇങ്ങോട്ട് കൊണ്ടുവരും എന്നുള്ള സൂചനയുമുണ്ട്. അതേസമയം തന്നെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ AKG സെന്റർ അനുവദിച്ച ഫ്ളാറ്റ് സ്വീകരിക്കാതെ തലസ്ഥാനത്തെ വാടക വീട്ടിലേക്ക് പിണറായി വിജയൻ താമസം മാറിയത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയുമായിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുകയാണ് എങ്കിൽ കന്റോൺമെന്റ് ഹൗസ് കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടരാം എന്ന സാധ്യതകളും പാർട്ടിക്ക് മുന്നിലുണ്ട്. 35 അംഗങ്ങളിലേക്ക് LDF ചുരുങ്ങിയ സാഹചര്യത്തിൽ സഭയിൽ സർക്കാരിനെ നേരിടാൻ പിണറായിയെപ്പോലെ പരിചയസമ്പന്നനായ ഒരു നേതാവ് വേണം എന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം. എങ്കിലും താൻ ഈ സ്ഥാനത്തേക്ക് ഇല്ല എന്ന പിണറായി വിജയൻ സ്വയം അറിയിച്ചാൽ മാത്രമേ CPM മറ്റൊരു പേരിലേക്ക് കടക്കുകയുള്ളൂ എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ കേരള രാഷ്ട്രീയത്തിന്റെ കണ്ണ് ഇപ്പോൾ AKG സെന്ററിലേക്കും പിണറായി വിജയന്റെ നിലപാടിലേക്കുമാണ്. എന്തായാലും PB അംഗങ്ങൾക്ക് നൽകുന്ന ചിന്തയിലെ ഫ്ളാറ്റ് പിണറായി വിജയനും തയ്യാറാക്കി നൽകിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് നിലവിലിപ്പോൾ പിണറായി വിജയൻ ഈ തൊട്ടു പിന്നിൽ കാണുന്ന വാടക വീട്ടിലേക്ക് മാറുന്നതും. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.